നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയടക്കം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയത്. ദിലീപിനെ കൂടാതെ മറ്റ് 3 പ്രതികളെയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാക്കി. കുറ്റക്കാർക്കെതിരെയുള്ള വിധി കോടതി വെള്ളിയാഴ്ച പറയും. നടിയെ ആക്രമിച്ച കേസിൽ 6 പേർ കുറ്റക്കാരാണ് എന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, പ്രദീപ്, സലീം എന്നിവരാണ് ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. നടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് പോയ വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു മാർട്ടിൻ ആന്റണി. കറുകുറ്റി മുതൽ നടിയുടെ വാഹനത്തെ ഫോളോ ചെയ്ത ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്ന ആളുകളാണ് സുനിക്കൊപ്പം മണികണ്ഠനും വിജീഷും. അതിനുശേഷം ഈ ടെമ്പോ ട്രാവലറിലേക്ക് വന്ന് കയറുന്നവരാണ് സലീമും പ്രദീപും. ഈ കൃത്യം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്ന ആളാണ് മണികണ്ഠൻ. അതോടൊപ്പം സുനിയും ആ ഘട്ടത്തിൽ അവിടെയുണ്ട്. സുനിയാണ് ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതാണ് ഈ പ്രതികളുടെ റോൾ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവർ തമ്മിൽ നടത്തിയ ഗൂഢാലോചന 120B, കൂടാതെ തടഞ്ഞുവെക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീക്ക് നേരെ നടത്തുന്ന ആക്രമണം, ഗ്യാങ് റേപ്പ്. ഇതിൽ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് സുനിയാണെങ്കിലും മറ്റുള്ളവർ അതിന് സൗകര്യം ഒരുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരിലേക്കും ഈ കുറ്റകൃത്യം അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നടിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ വന്നിരിക്കുന്നത്. പരമാവധി ലൈഫ്, അതായത് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. കോടതി എന്ത് തീരുമാനം ഇതിലെടുക്കും എന്നത് ആ വിധി പ്രസ്താവം വരുമ്പോൾ ആണ് അറിയാൻ കഴിയുക. അതോടൊപ്പം തന്നെ ദിലീപിനൊപ്പം മറ്റു 3 പ്രതികൾ കൂടി ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ചാർലി തോമസ്. പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളാണ്. കൂടാതെ ദിലീപിൻ്റെ സുഹൃത്തായിട്ടുള്ള ശരത്ത് തെളിവ് നശിപ്പിച്ചു, തെളിവ് ഒളിപ്പിച്ചു എന്നതാണ് ശരത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി വന്നിരിക്കുന്നത്. മറ്റൊന്ന് മേസ്തിരി സനിലാണ്. കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ, ജയിലിൽ നിന്ന് ഫോൺ ചെയ്തു എന്നാണ് ഈ സനലിനെതിരെയുള്ള കുറ്റമായി കണ്ടെത്തിയിരുന്നത്. എന്തായാലും ഈ ദിലീപ് അടക്കം 4 പേരെ കോടതി ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി സുനി എന്തിനാണ് ഈ കൃത്യം ചെയ്തത്, അതിൽ കോടതി എന്താണ് പറയാൻ പോകുന്നത്, അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ദിലീപ് നൽകിയ കൊട്ടേഷൻ അല്ല എന്ന ഒരു കാര്യമാണ്, ആ ഒരു നിലപാടിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. അപ്പോൾ സുനിക്ക് എന്താണ് നടിയോടുള്ള വ്യക്തി വൈരാഗ്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുൾപ്പെടെ കോടതിയുടെ അന്തിമ വിധി വരുമ്പോഴാണ് അറിയാൻ കഴിയുക. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.